ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈവനിങ് വ്ളോഗുകളെല്ലാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റായിരിക്കും. കാരണം നമ്മൾ കടയിൽ നിന്നെത്താൻ നൈറ്റ് ആകുമല്ലോ. ഇന്ന് നമ്മുടെ കടയിൽ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് എൻ്റെ അടുത്ത് നിൽക്കുന്നത് രഞ്ജിനിയുടെ മോളാണ്. എൻ്റെ ഫ്രണ്ട് രഞ്ജിനിയുടെ മോള് നന്ദന രമേശനാണ്. അവളുടെ അടുത്ത് നിൽക്കുന്നതാണ് അവളുടെ ഫ്രണ്ട് മേഘ. ആ കുട്ടി എൻ്റെ സബ്സ്ക്രൈബറാണ്. കുറേ നാളായിട്ട് എന്നെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ വീട്. പക്ഷേ എന്നെ കണ്ടിട്ടില്ലായിരുന്നു, കടയിൽ വന്നിട്ടും ഇല്ലായിരുന്നു. ഇന്നെങ്ങനെ നന്ദുവിനെയും കൂട്ടി വന്നയാണേ കാണാൻ. അവരുടെ കൂടെ വേറെയും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് ക്യാമറയുടെ അടുത്തോട്ട് വരാനൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ നിർബന്ധിച്ചില്ല, ആരെയും നമ്മൾ കമ്പൽ ചെയ്യരുതല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് നിച്ചുകൊണ്ടൻ തേയിലവെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കുടിച്ചതാണേ. പിന്നെ നമ്മൾ മുളകും മല്ലിയൊക്കെ പൊടിക്കാനായിട്ട് മേടിച്ച സമയത്തായിരുന്നു മണിയണ്ണ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോഴത്തേക്കും വീട്ടിൽ വന്നിട്ട് പിന്നെ നോക്കിയപ്പോൾ മുളകെല്ലാം പൂത്തിരിക്കുക. അപ്പോൾ ഇനി ഞാനൊരു ദിവസം നിന്ന് അതൊക്കെ കഴുകി ഉണക്കി മായാൽ മാത്രമേ നമുക്ക് കൊണ്ടുപോയി പൊടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പിന്നെ നമ്മൾ അവിടെ കടയുടെ തൊട്ടടുത്തുള്ള പി മാർട്ടിൽ കയറിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നതാണേ. മുളകും മല്ലിയൊക്കെ പൊടിക്കുന്നത് വരെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം തൊട്ട് മണിയണ്ണൻ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കടയിൽ. ഇനിയിപ്പോൾ ഒരു ദിവസം മണിയണ്ണൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അണ്ണനെ ഇരുത്തിയിട്ട് വന്നിട്ട് മുളക് കഴുകി ഉണക്കിയാൽ മാത്രമേ ഇനി പൊടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാനതെല്ലാം തൽക്കാലത്തേക്ക് എടുത്ത് അങ്ങ് വെച്ചതാണ്. കാരണം ഇപ്പോൾ തട്ടിയിടാൻ നിന്നാൽ തുമ്മൽ തുടങ്ങും. മുളക് പൊടി തൊട്ടാൽ മതി എനിക്ക് തുമ്മൽ വരുവേ. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കേണ്ട ആവശ്യമാണല്ലോ. അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിനെല്ലാം തട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പിന്നെ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെക്കണമല്ലോ. രാവിലെ മോന് പോകണം. അപ്പം നമ്മളിന്ന് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചാൽ മാത്രമേ രാവിലെ നമുക്ക് കാര്യങ്ങൾ ഈസി ആവത്തോളേ. രാവിലെ എണീക്കുമ്പം കുറച്ച് നേരം എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ കാണും. മരുന്നൊക്കെ കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. അപ്പോഴാണെങ്കിൽ നമ്മൾ വിളിക്കുന്നിടത്തോട്ട് നമ്മുടെ ശരീരം വരത്തില്ല. അത് വിളിക്കുന്നിടത്തോട്ട് നമ്മൾ പോകേണ്ട അവസ്ഥയായിരിക്കും കുറേ നേരം. അങ്ങനെ മാറി നിൽക്കാനും പറ്റത്തില്ല. അവസ്ഥയും നോക്കി നിന്നാൽ കുഞ്ഞിന് പോകേണ്ട സമയം കഴിയും. അതുകൊണ്ട് എല്ലാം ഞാൻ അങ്ങരിഞ്ഞ് പറക്കിയൊക്കെ വയ്ക്കും. രാത്രി വന്നിട്ട് വേവിച്ച് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാക്സിമം ഞാൻ വേവിച്ചുമൊക്കെ വെച്ചിട്ടേ കിടക്കത്തുള്ളൂ. കാരണം രാവിലെ എണീറ്റാൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമല്ലോ. മുന്നേയൊക്കെ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് നിന്നൊക്കെ ആയിരുന്നു അരിയുന്നത്. ഇപ്പം ഈ നടുവേദനയൊക്കെ കൂടുമ്പം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വന്ന് അവരുടെ കൂടെ ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്നാണ് അരിയുന്നത്. ഞാൻ ആകപ്പാടെ ടി വി കാണുന്നത് ഈ 2 സമയങ്ങളിലാണ്. ഞാൻ എന്തെങ്കിലും അരിയാൻ വരുമ്പോഴും കഴിക്കാൻ വരുമ്പോഴും മാത്രമാണേ. പിന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ട് വന്ന് അതെല്ലാം ടിന്നിലൊക്കെ എടുത്ത് വെക്കുകയാണേ. അവിയലിൻ്റെത് എടുത്തൊരു അവിയൽ വെക്കാനായിട്ടായിരുന്നു എടുത്തത്. അതുകൊണ്ട് അവിയലിൻ്റെ വെച്ച് അതിനകത്ത് തന്നെ കിഴങ്ങേറിയായിരുന്നു. കിഴങ്ങേറിക്കും കൂടി അതിനകത്ത് തന്നെ ഒരു പാത്രം വെച്ച് കാരണം ഒരു പാത്രം ലാഭിക്കാൻ വേണ്ടിയിട്ടല്ലേ 2 അടപ്പ് എല്ലാം കഴുകണ്ടേ എന്ന് വിചാരിച്ച് അതിനകത്ത് തന്നെ എടുത്ത് അങ്ങ് വയ്ക്കുമായിരുന്നേ. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം മീനെടുത്ത് കടയിൽ നിന്ന് വരുന്ന വഴിക്ക് പൊന്നാരപ്പൊടി മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. അതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ പാത്രമൊക്കെ അങ്ങ് പെട്ടെന്ന് കഴുകി വെക്കുകയാണ്. പാത്രം കഴുകലാണ് എനിക്ക് ഒട്ടും പറ്റാത്ത ജോലി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാത്രം കഴുകൽ. മക്കളുള്ളപ്പോൾ പിന്നെ അവരൊക്കെ ഒന്ന് കഴുകിയൊക്കെ തരും കേട്ടോ ചിലപ്പോഴൊക്കെ. അപ്പോഴത്തേക്ക് നാളെ നിച്ചിക്കുട്ടൻ തേങ്ങ തിരുങ്ങാൻ വന്ന്. മണിയണ്ണൻ രാവിലെ ചെയ്തു തന്ന ജോലിയാണ് ഈ തേങ്ങ തിരുങ്ങാക്കൽ. ഡോക്ടർ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് എല്ലാം നോർമലായി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കിപ്പോഴേ മണിയണ്ണനെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കാനൊരു പേടിയാണല്ലോ. അതുകൊണ്ട് നിച്ചിക്കുട്ടൻ രാത്രി തന്നെ അങ്ങ് തേങ്ങയൊക്കെ തിരിങ്ങി വയ്ക്കുവേ. രാവിലെ നിച്ചിക്കുട്ടന് വന്ന് തിരിങ്ങിത്തരാൻ സമയം കാണത്തില്ലല്ലേ. എണീറ്റ് ഒരുങ്ങി പോകുന്ന പാട് അവന് മാത്രമേ അറിയത്തുള്ളൂ. അന്നേരം പിന്നെ തിരിങ്ങിത്തരാനൊക്കെ പറ്റത്തില്ലല്ലോ. അവിടെ അയാൾ രാത്രി തന്നെ അങ്ങ് തിരിങ്ങിയൊക്കെ വയ്ക്കും. ആളവിടെ നിന്ന് ഡയലോഗൊക്കെ വിട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചേട്ടൻ വന്നാൽ ചേട്ടൻ ചെയ്തോളുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ഇപ്പോൾ തിങ്കളാഴ്ചയാണേ. തിങ്കളാഴ്ച സച്ചിക്കുട്ടൻ അവിടെ നിന്ന് കയറും. സച്ചിക്കുട്ടൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി 10-12 ദിവസം അവർക്ക് ലീവുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 10 ദിവസമെങ്കിലും കാണും ആൾ. ഇപ്പം തിങ്കളാഴ്ച കയറി ചൊവ്വാഴ്ച രാവിലെ വരുവേ. അപ്പം ചേട്ടൻ വന്നാൽ ഇതെല്ലാം ചേട്ടൻ ചെയ്തോളൂ, എനിക്ക് പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അരിയൊക്കെ ആട്ടി വെച്ച് അടുത്ത ദിവസം അപ്പവും കിഴങ്ങറി ആക്കാനായിരുന്നേ. അപ്പോൾ അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സച്ചുകുട്ടൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ പറയണ്ട, അവൻ കറക്റ്റായിട്ട് അവൻ്റെ ജോലികളെല്ലാം ചെയ്തങ്ങ് തീർത്തോളൂ. ഈ അടുത്താണെങ്കിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ ചെയ്യത്തില്ല അങ്ങനെയൊന്നും പറയത്തില്ല. നമ്മൾ പറയുമ്പോൾ ചെയ്തു തരുമെന്ന്. അപ്പോഴത്തേക്കും പിന്നെ നിച്ചുകുട്ടൻ തിരിങ്ങിയിട്ട് പോയ തേങ്ങയൊക്കെ എടുത്ത് ഞാൻ ചോറ്റുപാത്രത്തിലാക്കിയാണേ വയ്ക്കുന്നത് ഫ്രിഡ്ജിൽ. അതെല്ലാം എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുമായിരുന്നേ. സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കിടന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. എത്ര വേഗമെങ്കിലും ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തിട്ടേ കിടക്കത്തോളേ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉറുമ്പിൻ്റെ ശല്യമാണേ. എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല.
ഉറുമ്പ് പൊടി ഇട്ട് നോക്കി, പിന്നെ മറ്റേ പുൽത്തൈലം തേച്ച് നോക്കി, എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. ഇപ്പം നടാ അവിടെ എല്ലാം ഉപ്പുപൊടി വാരിയിട്ടേക്കാണ്. അമ്മ പറഞ്ഞു ഉപ്പുപൊടി ഇട്ടാൽ പോകുമെന്ന്. അങ്ങനെ ഉപ്പുപൊടി വാരിയിട്ടേ ഇപ്പോൾ ഉപ്പിൻ്റെ പുറത്തുകൂടെ കിടന്നേ. നമ്മൾ എന്തോ ചെയ്താലും പുൽത്തൈലത്തിൻ്റെ വാട ഇഷ്ടമല്ലെന്ന് പറയും. നമ്മൾ ആദ്യമൊക്കെ പോകുമായിരുന്നു പുൽത്തൈലം തേക്കുമ്പോഴേ. ഇപ്പം ആ പുൽത്തൈലത്തിൻ്റെ മണവും അവർക്ക് ഇഷ്ടപ്പെട്ട പോലായി. അവരതിൻ്റെ പുറത്തുകൂടെ കിടന്നോടുന്നത്. ഉറുമ്പ് ശല്യം മാറാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ ജോലിയൊക്കെ തീർന്നു. എല്ലാം നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഓടിപ്പോയി ഫുഡ് കഴിച്ച്. അത് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഇനി ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ റൊട്ടീനെല്ലാം പഴയപടി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഡെയിലി വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയ പുതിയ വീഡിയോസുമായി എത്തുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.